ഏറ്റവും ആദരണീയനും അഭിനന്ദനുമായിരിക്കുന്ന ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കാളികളാവുന്ന അനുഗ്രഹീതരായ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, വന്യരായ സഹോദര വൈദിക ശ്രേഷ്ഠരെ, ഈ പവിത്രമായ ശുശ്രൂഷയുടെ പുണ്യം ഏറ്റെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ക്രൈസ്തവ ശുശ്രൂഷയിലെ ഏറ്റവും ത്യാഗോജ്ജലമായ ഒരു മുഹൂർത്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലേക്കാണ് നാം ഇവിടെ കടന്നു വരിക. പ്രത്യേകിച്ച് ഒരു കാലുകളിൽ ശുശ്രൂഷ കൂടെ നാം ആഘോഷിക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി കിടമത്സരങ്ങൾ കടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും ഒരു കാലുകളിൽ ശുശ്രൂഷ നിർവഹിക്കപ്പെടുക. ഇന്ത്യൻ ജനാധിപത്യം അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവിശുദ്ധ കൂട്ടുകെട്ടുകളെ പറ്റിയും ഇനിയും ഉണ്ടാകാൻ പോകുന്ന പുതിയ കൂട്ടുകെട്ടുകളെ പറ്റിയുമൊക്കെ വല്ലാതെ ആത്മഭാരപ്പെടുമ്പോൾ, അധികാരത്തിന് വേണ്ടി പടയോട്ടങ്ങൾ നടത്തിയ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരു തത്വദീക്ഷയുമില്ലാതെ അധികാരം നിലനിർത്തുവാൻ ആരുമായും കൂട്ടുണ്ടാക്കാമെന്ന പുതിയ സമവാക്യങ്ങളിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെടുമ്പോഴാണ് അധികാരത്തെ പറ്റിയുള്ള അതിസുന്ദര ഭാവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാലഘട്ട ശുശ്രൂഷ കൂടെ ഇവിടെ നിർവഹിക്കപ്പെടുക. ഒരുപക്ഷെ വിശുദ്ധ വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന അധികാരത്തെക്കുറിച്ച് നമ്മുടെ കാലത്തിന് ഒട്ടും പരിചിതമല്ലാത്ത മഹത്തരമായ സന്ദേശങ്ങളാണ് ഈ അനുഗ്രഹീതരായ ശുശ്രൂഷയുടെ ഏറ്റവും ശ്രദ്ധേയമായ അടിസ്ഥാനം. തീർച്ചയായും ഈ ശുശ്രൂഷ ഉണ്ടാകുന്നത് തന്നെ വലിയവരെ പറ്റിയുള്ള ആശങ്കകളിൽ നിന്നാണ്. ഞങ്ങളിൽ വലിയവൻ ആരെന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഈ വലിയ ശുശ്രൂഷ വിശുദ്ധ വേദപുസ്തകത്തിൽ സൃഷ്ടിക്കപ്പെടുക. പ്രത്യേകിച്ച് പരിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ എഴുത്തുഭാഷയിൽ വിശുദ്ധ കുർബാനയ്ക്ക് തത്തുല്യമായ അതിപ്രമുഖമായ വലിയ സ്ഥാനത്തോടുകൂടിയാണ് കാൽകഴുകൽ ശുശ്രൂഷയെ വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുക. മറ്റ് ഇതര സുവിശേഷ കർത്താക്കന്മാർ വിശുദ്ധ കുർബാനയെ എത്ര ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തോ, അതേ ശ്രദ്ധയോടെ അതേ പ്രത്യേകതയോടുകൂടെ യോഹന്നാൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന മഹത്തരമായ ഒരു കാൽകഴുകൽ ശുശ്രൂഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ, എന്തിനേയും ഏതിനേയും വലുപ്പത്തിൻ്റെയും മണത്തിൻ്റെയും നിറത്തിൻ്റെയും ഗുണത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ നിർവചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വയം മാറി നടക്കുവാനും അങ്ങനെ തന്നെ മാറി നടക്കുവാൻ തന്നെ ശിഷ്യരെ പരിശീലിപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ ശുശ്രൂഷ മനോഭാവങ്ങളിൽ നിന്ന് ഉണരുന്ന ഏറ്റവും ത്യാഗോജ്ജലമായ ഒരു ശുശ്രൂഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഇവിടെ ഈ ശുശ്രൂഷ എന്നെയും നിങ്ങളെയും ക്രൈസ്തവ ശുശ്രൂഷയുടെ ഏറ്റവും അനിവാര്യമായ തലങ്ങളിലേക്ക് പ്രവേശിപ്പാൻ നിർബന്ധിക്കുകയാണ്. മലയാളക്കരയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്ന് എപ്പോഴും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. കുഞ്ഞുണ്ണി മാഷ് മലയാളക്കരയോട് പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഞാനൊരു കുരിശിൽ തൂങ്ങി നടക്കുകയാണ്, പക്ഷെ ഞാനൊരിക്കലും ഒരു ക്രിസ്തുവായി മാറുന്നില്ലല്ലോ എന്ന്. ഞാനൊരു കുരിശിൽ, ഞാൻ എൻ്റെതായ കുരിശിൽ എന്നും തൂങ്ങിക്കിടക്കുമ്പോഴും എനിക്കൊരു ക്രിസ്തുവായി മാറുവാൻ ഒരിക്കലും കഴിയില്ല എന്ന കുഞ്ഞുണ്ണിയുടെ വിലാപത്തിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ ക്രൈസ്തവ ശുശ്രൂഷയുടെ അനിവാര്യതയെ ഓർമ്മിപ്പിക്കുമ്പോൾ, നമുക്കറിയാം ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ അധികാരത്തിന്റെ ശ്രേഷ്ഠ രൂപങ്ങളായ നിരവധി പേരുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഒഗസ്തിയോസ് കൈസർ റോമാ സാമ്രാജ്യം വാണിരുന്നു എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, കുറേനോസ് സുറിയാനി നാട് വാണിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, ഹെരോദാവ് മാമല നാട്ടിൽ വാണിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അധികാരത്തിന്റെ ചെങ്കോലുകൾ ധരിച്ച അനേകം ആളുകൾ ഉണ്ടായിരുന്നു. അധികാരത്തിന്റെ വലിയ സാധ്യതകൾ നെഞ്ചോടെ ചേർത്ത് പിടിച്ച അനേകം ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ക്രിസ്തു വ്യത്യസ്തമായി തന്റെ ശുശ്രൂഷയിൽ ക്രൈസ്തവ അധികാരത്തെ പറ്റി തന്റെ ശിഷ്യന്മാരുടെ കാലുകഴുകൽ നടത്തിയ ആ അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ ഒരു വലിയ മാറ്റത്തിന് വഴിതുറക്കുക. എന്താണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത? ഈ ശുശ്രൂഷയ്ക്ക് അനിവാര്യമായ 3 ഓർമ്മപ്പെടുത്തലുകളാണ് ഉണ്ടാവുക. ഈ കാലുകഴുകൽ ശുശ്രൂഷയുടെ അനിവാര്യമായ ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ, ഇത് ഒരു മാതൃകാ വ്യതിയാനത്തിന്റെ ശുശ്രൂഷയാണ്. ദ മിനിസ്ട്രി ഓഫ് പാരഡൈം ഷിഫ്റ്റ്. ആ കാലഘട്ടം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, മനസ്സിലാക്കാത്ത പുത്തൻ മാതൃകയുടെ അവതരണമാണ് ക്രിസ്തു കാൽകഴുകൽ ശുശ്രൂഷയുടെ നിർവഹിക്കുക. ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന പദം ഇന്ന് സാഹിത്യത്തിലും ദൈവശാസ്ത്രത്തിലുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് ഉത്തരാധുനികതയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടാണ്
പാരഡൈം ഷിഫ്റ്റ്, മാതൃകാ വ്യതിയാനം എന്ന പദം ഉപയോഗിക്കുന്നുവെങ്കിലും ഈ കാലുകളിൽ ശുശ്രൂഷയാണ് ഏറ്റവും അനിവാര്യമായ മാതൃകാ വ്യതിയാനത്തിന് ശുശ്രൂഷ. എന്തായിരുന്നു ആ മാതൃകാ വ്യതിയാനം? ക്രിസ്തു ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നത് വരെ, ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് വരെ ഈ ശുശ്രൂഷ, ഈ വലിയ ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് അന്ന് വരെ രണ്ടുപേരാണ്. ഒന്നെങ്കിൽ അത് അടിമകളാകാം, അല്ലെങ്കിൽ അത് വീട്ടുജോലിക്കാരാകാം. അടിമകൾ മാത്രം കാലുകൾ കഴുകുന്ന മാതൃക, വീട്ടുജോലിക്കാരൻ മാത്രം കാലുകൾ കഴുകുന്ന മാതൃകകൾക്ക് നടുവിൽ ഇവിടെ ഗുരുവും പിതാവുമായവൻ പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് ഒരു വലിയ മാതൃകാ വ്യതിയാനത്തിലേക്ക്, ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് തന്നെ ശുശ്രൂഷയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ശിഷ്യന്മാരെ പോലും അദ്ദേഹം അമ്പരപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവാം പത്രോസ് ഈ ശുശ്രൂഷയിൽ അരുതേ, എന്റെ പാദങ്ങൾ കഴുകരുത് എന്ന വിലാപവുമായി ഈ ശുശ്രൂഷയിൽ ഉയരുന്നത്, എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ മാതൃകാ വ്യതിയാനം ശിഷ്യന്മാർക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയതുകൊണ്ടാവാം. പക്ഷെ ഈ ശുശ്രൂഷ, ക്രൈസ്തവ ശുശ്രൂഷയെ വലിയ അനിവാര്യമായ ഒരു മാതൃകാ വ്യതിയാനത്തെ പറ്റിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. എന്താണ് ആധ്യാത്മികത? ആധ്യാത്മികത എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ അച്ചടക്ക ഭാഷ മാത്രമല്ല എന്നതും, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ബയോളജി എന്ന ബോധ്യത്തിൽ നിന്ന്, സ്പിരിച്വാലിറ്റി ഈ സ്പിരിച്വാലിറ്റി എന്ന ബോധ്യത്തിലൂടെ അത് ആന്തരികവും ബാഹ്യവുമായി ഒരു മനുഷ്യനിൽ സംഭവിക്കേണ്ട ശൂന്യവൽക്കരണ പ്രക്രിയയാണ് ആധ്യാത്മികത എന്ന പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ അതിസുന്ദരമായ സംയോജനമാണ് ഈ ശുശ്രൂഷയിൽ നിർവഹിക്കുക. ഒരുപക്ഷെ ഒരു താങ്ക്സും ഒരു സോറിയും അല്പം വിനയാന്യത ഭാവങ്ങളും ഒക്കെ ധരിക്കുമ്പോൾ ഒരുപക്ഷെ നാം എളിമയുടെ അപ്പോസ്തലന്മാരായി മാറ്റപ്പെട്ടേക്കാം. പക്ഷെ ഈ ശുശ്രൂഷ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, വാക്കുകളിലൂടെ, അച്ചടക്കത്തിന്റെ ഭാഷയിലൂടെ, ബോഡി ലാംഗ്വേജിലൂടെ എളിമകളെ സൃഷ്ടിക്കുവാൻ കഴിയില്ല. എളിമയെ സൃഷ്ടിക്കണമെങ്കിൽ വി നീഡ് എ പാരഡൈം ഷിഫ്റ്റ്, ഒരു മാതൃകാ വ്യതിയാനം ആവശ്യമാണ്. അത് സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ശൂന്യവൽക്കരണ പ്രക്രിയയാണ്. വലിയവൻ ആര് എന്ന് ചോദിച്ച ശിഷ്യനോട് ക്രിസ്തു ഈ ശുശ്രൂഷയിലൂടെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ശിഷ്യ, നിങ്ങൾ ആര് വലിയവനായാലും നിന്റെ ഉള്ളിൽ ഒരു ശൂന്യവൽക്കരണ പ്രക്രിയ സംജാതമാകണമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഈ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. ഒരുപക്ഷെ അധികാരത്തിന്റെ ദേഹ രാഷ്ട്രീയം, ബോഡി പൊളിറ്റിക്സ് എന്ന പദം ഇപ്പോൾ ഏറെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തിന്റെ ദേഹ രാഷ്ട്രീയത്തിൽ നിന്ന് താലത്തിൽ വെള്ളമെടുക്കുവാനുള്ള ദാസന്റെ ഭാവത്തിലേക്ക് മടങ്ങുവാനുള്ള മാതൃകാ വ്യതിയാനം ഈ ശുശ്രൂഷയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഗർജനത്തിന്റെയും ആജ്ഞയുടെയും ബയോ പവറിൽ നിന്ന്, ജൈവ ശക്തിയിൽ നിന്ന് മൗനത്തിന്റെയും കർമ്മത്തിന്റെയും വാചാലതയിലേക്ക് എത്തുവാനുള്ള അനിവാര്യമായ ഓർമ്മപ്പെടുത്തൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. വീണ്ടും ഈ ശുശ്രൂഷ ഓർമ്മിപ്പിക്കുന്നു, വാക്കുകൾ കൊണ്ടുള്ള ഇന്ദ്രജാലമല്ല, കർമ്മത്തിന്റെ പരിഭാവനതയാണ് കാലുകളിൽ ശുശ്രൂഷയുടെ കാതലെന്ന് ഈ ശുശ്രൂഷ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വെളിച്ചത്തെ കരങ്ങളിൽ എന്തുവാനാണ്. വെളിച്ചത്തെ കരങ്ങളിൽ എന്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരന് ഒരുപക്ഷെ യാത്ര ചെയ്യുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന വെളിച്ചം കെട്ടുപോകുമെന്ന് ആത്മഭാരമുണ്ടാകാം. പക്ഷെ ഈ ശുശ്രൂഷ ഓർമ്മപ്പെടുത്തുന്നു, വെളിച്ചത്തെ ഹൃദയങ്ങളിൽ എന്തുവാൻ, ശിഷ്യന്റെ പാദത്തോളം താഴുവാൻ, ശിഷ്യന്റെ പാദം താണ് കഴുകി ചുംബിക്കുവാനുള്ള ഒരു വലിയ ബോധ്യം ഈ ശുശ്രൂഷ ഒരു മാതൃക വ്യതിയാനത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിഭൗതികതയുടെ, വിപണി മാത്സര്യത്തിന്റെ, വർത്തമാനമായ സമ്പത്തിന്റെ, അധികാര മാത്സല്യങ്ങളുടെ പടിവാതിക്കൽ എന്നെയും ഞങ്ങളുടെ ശുശ്രൂഷ എത്തി നിൽക്കുമ്പോൾ ഈ ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ദാസന്റെ രൂപമെടുക്കുന്ന, താൻ നീട്ടിക്കൊടുക്കുന്ന കാല് കഴുകിയ തന്റെ അടിമയോട് ഒരു താങ്ക്സ് പോലും പറയാതെ അതവന്റെ കടമയാണെന്ന ബോധ്യത്തിലൂടെ പുച്ഛിച്ചു തള്ളി കടന്നുപോയിരുന്ന അന്നത്തെ മാതൃകയിൽ നിന്ന് വ്യത്യസ്തനായി തന്റെ ഗുരുവും പിതാവുമായവൻ തന്നോട് വലിയവൻ ആരെ എന്ന് ചോദിച്ച ശിഷ്യനെ പഠിപ്പിക്കുന്നു. നിന്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ശൂന്യവൽക്കരണ പ്രക്രിയയാണ് മഹത്തായ ആധ്യാത്മികത എന്ന മാതൃകാ വ്യതിയാനം. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഒന്നാമതായി മിനിസ്ട്രി ഓഫ് പാരഡൈം ഷിഫ്റ്റ്, മാതൃകാ വ്യതിയാനത്തിന്റെ ശുശ്രൂഷയാണ് കാൽകഴുകൽ ശുശ്രൂഷ. രണ്ടാമതായി കാൽകഴുകൽ ശുശ്രൂഷ വെല്ലുവിളികളുടെ ശുശ്രൂഷയാണ്. പോസിംഗ് ചലഞ്ചസ് ഇൻ അവർ മിനിസ്ട്രി. ക്രൈസ്തവ ശുശ്രൂഷയ്ക്കുള്ളിൽ അതിശക്തമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളുടെ ശുശ്രൂഷയാണ് കാൽകഴുകൽ ശുശ്രൂഷ.
4 നിർണായക വെല്ലുവിളികളെങ്കിലും ഈ ശുശ്രൂഷ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉയർത്തുന്നുണ്ട്. വലിയവൻ ആരെന്ന് ചോദിച്ച ശിഷ്യനോട് ക്രിസ്തു ലളിതമായ 4 ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒന്നാമത്തേത്, വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ശിഷ്യ, നിനക്ക് കുനിയുവാൻ കഴിയുമോ എന്നാണ്. രണ്ടാമത് ചോദിച്ച ചോദ്യം, വലിയവനാകുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യ, നിനക്ക് കഴുകുവാൻ കഴിയുമോ എന്നാണ്. മൂന്നാമത് ചോദിച്ച ചോദ്യം, വലിയവനാകുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യ, നിനക്ക് കഴുകിയ പാദങ്ങളെ തുടയ്ക്കുവാൻ കഴിയുമോ എന്നാ. നാലാമത് ചോദിച്ച ചോദ്യം, വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ശിഷ്യ, കഴുകിയ പാദങ്ങളെ ചുംബിക്കുവാൻ കഴിയുമോ എന്നാ. അതെ, ഈ ശുശ്രൂഷ കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ നിർബന്ധമാണ്. ഈ ശുശ്രൂഷയിലേക്ക് എത്തുമ്പോൾ അരുതേ എന്ന് പറയുവാൻ നാം ആരും വിളിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്റെ കാലുകൾ അങ്ങ് കഴുകരുത് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പത്രോസിനെ ഓർമ്മിപ്പിക്കുന്ന വലിയ പാഠമുണ്ട് ഈ കാലുകൾ ശുശ്രൂഷ. അനുഗ്രഹീതനായ പത്രോസ് അപ്പോസ്തലൻ കഴുകേണ്ട പാപങ്ങൾ കഴുകുക തന്നെ ചെയ്യണമെന്നും കഴുകേണ്ട പാദങ്ങൾ കഴുകുക തന്നെ ചെയ്യണമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ശുശ്രൂഷയുടെ വലിയ ബോധ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലുകഴുകൽ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ഡിപ്ലോമാറ്റാകാൻ ഞാനും നിങ്ങളും ശ്രമിക്കുന്നുണ്ട്. എന്തിനോടും ഏതിനോടും പൊരുത്തപ്പെട്ട് സകലതിനോടും സകലത്തിനോടും പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു ഡിപ്ലോമാറ്റ് സംസ്കാരത്തിലേക്ക് ഞാനും നിങ്ങളും എത്തുമ്പോൾ ഈ ശുശ്രൂഷ ഉയർത്തുന്ന വലിയ വെല്ലുവിളി, കഴുകപ്പെടേണ്ട പാദങ്ങൾ കഴുകപ്പെടുക തന്നെ ചെയ്യണം എന്ന വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിനെ പറ്റി ഒരുപാട് അറിഞ്ഞിട്ടും ക്രിസ്തുവിനെ പറ്റി നിർണായകമായ ചിലർ അറിയാതെ പോകുന്നുവെങ്കിൽ ഈ ശുശ്രൂഷയുടെ നൊമ്പരവും ആത്മഭാരവും അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പറ്റി നിർണായകമായ ചിലത് അറിയേണ്ടിയിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഈ കാലുകഴുകൽ ശുശ്രൂഷ നിർണായകമായ അറിവിലേക്കാണ് എന്നെയും നിങ്ങളെയും നയിക്കുക എന്ന് മറക്കാതെ ഓർക്കണം. അതുകൊണ്ട് ഈ ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ഉയർത്തുന്നത് കുനിയുവാനും കഴുകുവാനും തുടയ്ക്കുവാനും തുടച്ച പാതകളെ ചുംബിക്കുവാനുമുള്ള വലിയ വെല്ലുവിളിയാണ്. നമുക്കറിയാം, കള്ളിമുൾ ചെടികൾ പൂക്കാറുണ്ട്, ഇല്ലിമുളം കാവുകളും പൂക്കാറുണ്ട്. പക്ഷെ പൂക്കാത്ത മനുഷ്യജന്മങ്ങളുടെ നടുവിൽ ഇനിയും പൂക്കാത്ത, ഇനിയും വസന്തങ്ങളെയൊന്നും വിരിയിക്കുവാൻ കഴിയാത്ത, ഇനിയും സുഗന്ധങ്ങളെയൊന്നും സൃഷ്ടിക്കുവാൻ കഴിയാത്ത മനുഷ്യ ജീവിതങ്ങൾക്ക് നടുവിൽ ഈ കാലുകഴുകൽ ശുശ്രൂഷ അതിശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. കുനിയുവാനും കഴുകുവാനും പാദം തുടയ്ക്കുവാനും തുടച്ച പാദങ്ങളെ ചുംബിക്കുവാനുമുള്ള വലിയ വെല്ലുവിളി. അതെ, ആത്മീയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒരായുസ് മുഴുവനും നടത്തുന്ന ശ്രമങ്ങളൊക്കെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാനുള്ള ഹോംവർക്കുകളാണെന്ന തിരിച്ചറിവ് ഈ ശുശ്രൂഷയിൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ ശുശ്രൂഷ ചില വെല്ലുവിളികൾ ഉയർത്തുന്നു. പോസിംഗ് ചലഞ്ചസ് ബിഹൈൻഡ് അവർ മിനിസ്ട്രി. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ചില വെല്ലുവിളികൾ നിർവഹിക്കുകയാണ്. മൂന്നാമതും അവസാനവുമായി ഈ ശുശ്രൂഷ നമ്മെ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ശുശ്രൂഷയാണ്. ഈ കാലുകഴുകൽ ശുശ്രൂഷ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ശുശ്രൂഷയ. റിമൈൻസ് ദ വൈറ്റാലിറ്റി ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി. ക്രൈസ്തവ ശുശ്രൂഷയുടെ അനിവാര്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ. എന്താണ് ആ ഓർമ്മപ്പെടുത്തൽ? ആ ഓർമ്മപ്പെടുത്തൽ മറ്റൊന്നുമല്ല, കഴുകുന്നവനാണ് സിംഹാസനം എന്ന ഓർമ്മപ്പെടുത്തൽ. തന്റെ ശിഷ്യന്മാരുടെ കാലു കഴുകുന്നവനാണ് സിംഹാസനം. വലിയവനാണെന്ന് ആരെന്ന് ശിഷ്യ നീ ചോദിച്ചുവല്ലോ. വാക്കുകൾ കൊണ്ടൊരു ഉത്തരം ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ശുശ്രൂഷയിൽ അതിന് ഉത്തരമുണ്ട്. ഈ ശുശ്രൂഷയുടെ പരിസമാപ്തിയിൽ കാലു കഴുകിയ അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനിയെ സിംഹാസനത്തിൽ ഇരുത്തി ഈ കാൽ കഴുകിയവർ ഉയർത്താറുണ്ട്. അത് തന്നെയാണ് ഉത്തരം. വലിയവനാകുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യ, കഴുകുന്നവനും കഴുകുവാൻ ശ്രമിക്കുന്നവനും കഴുകുവാൻ മനസ്സുള്ളവനും അവന് മാത്രമാണ് സിംഹാസനം എന്നുള്ള ദ വൈറ്റൽ ഓർമ്മപ്പെടുത്തൽ, വളരെ അനിവാര്യമായ ഓർമ്മപ്പെടുത്തൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. പക്ഷെ നാം അധികാരം എന്നതിന് കീഴ്പ്പെടുത്തുന്ന മേൽക്കോയ്മ എന്ന പരമ്പരാഗത സങ്കല്പം ഇന്നെത്തുകയാണ്. കീഴ്പ്പെടുത്തുന്ന മേൽക്കോയ്മേ, അതീശ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുന്ന മേൽക്കോയ്മേ, അധികാരമെന്ന് വിളിക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കുമ്പോൾ ഈ കഷ്ടാനുഭാഴ്ചയിൽ തന്നെ അനുഗ്രഹിത ശിഷ്യൻ പത്രോസിനോട് ദൈവത്തിന്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. നിന്റെ വാൾ ഉറയിലിടണം. നിന്റെ വാളിന് ഈ കഷ്ടാനുഭാഴ്ചയിൽ ഒരു സംഭാവനകളും നൽകുവാൻ കഴിയില്ല. എനിക്കാവശ്യം നിരായുധനായ മനുഷ്യനെയാണ്. എനിക്കാവശ്യം നിരായുധനായ മനുഷ്യനാണ്. എനിക്കാവശ്യം പാദം കഴുകുവാൻ മനസ്സുള്ള മനുഷ്യനെയാണ് എന്ന വലിയ ബോധ്യപ്പെടുത്തൽ. ആ ബോധ്യപ്പെടുത്തലാണ് ഈ ശുശ്രൂഷയുടെ അനിവാര്യമായ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് മറക്കണ്ട, പാദം കഴുകിയവന് മാത്രമാണ് സിംഹാസനം.
ഒരു ശിഷ്യന്റെ പാദത്തോളം താഴുവാൻ കഴിയുന്നവന് മാത്രമാണ് സിംഹാസനം എന്ന വലിയ ബോധ്യപ്പെടുത്തൽ. മുട്ടുകുത്തി പാദം കഴുകുന്നവനും സിംഹാസനമുണ്ട് എന്ന ബോധ്യത്തിൽ ഞാനും നിങ്ങളും ഈ ശുശ്രൂഷയിലേക്ക് എത്തണം. സാധാരണ പറയാറുണ്ട്, ക്രിസ്തു ഒരിക്കൽ മരിച്ചു, അത് കാൽവറിയിലാണ്. പക്ഷെ വീണ്ടും മരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ക്രിസ്തു ഒരിക്കൽ ഉദ്ധാനം ചെയ്തു, ആ ഉദ്ധാനം ചെയ്തത് അരിമത്യക്കാരനായ യൗസേപ്പിന്റെ കല്ലറയിൽ നിന്നാണ്. വീണ്ടും ഉദ്ധാനം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നാണ്. അതെ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സൗരഭ്യം, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ തേജസ്, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ചൈതന്യം അവിടെ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള വൈറ്റൽ ഓർമ്മപ്പെടുത്തൽ, അനിവാര്യമായ ഓർമ്മപ്പെടുത്തൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. സാധാരണ പറയാറുണ്ട്, എല്ലാ കുരിശുകളും അവന്റെ കുരിശിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അത് വലത്തെ കുരിശായാലും ഇടത്തെ കുരിശായാലും എല്ലാ കുരിശുകളും കർത്താവിന്റെ കുരിശിനോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. പക്ഷേ എന്റെ കുരിശ് കർത്താവിന്റെ കുരിശുമായി താതാത്മ്യപ്പെടുത്തുന്നത് എവിടെയാണ്? അത് താതാത്മ്യപ്പെടുത്തുന്നത് പൗലോസ്ലീഹായുടെ ദർശനമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്വവും, രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയുമാണ്. ഇവിടെ ഞാനാണ് തീരുമാനമെടുക്കേണ്ടത്. എന്റെ കർത്താവിന്റെ കുരിശിനോട് ഞാൻ ചേർത്ത് വെച്ച കുരിശ് അത് നാശത്തിന്റെ അഗാധ പാതാള കുഴിയിലേക്കോ അതോ രക്ഷയുടെ അനിവാര്യമായ വീണ്ടെടുപ്പിലേക്കോ എന്നെ നയിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ 3 ഭാവങ്ങൾ പങ്കുവച്ചു. ഒന്ന്, ഇത് മാതൃക വ്യതിയാനത്തിന്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് എ പാരഡൈം ഷിഫ്റ്റ്. 2, ഇത് വെല്ലുവിളികളുടെ ശുശ്രൂഷ, പോസിംഗ് ചലഞ്ചസ് ബിഹൈൻഡ് അവർ മിനിസ്ട്രി. 3, ഇത് ഓർമ്മപ്പെടുത്തലിന്റെ ശുശ്രൂഷ, റിമെയിൻസ് ദ വൈറ്റാലിറ്റി ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി. അങ്ങനെ നവചൈതന്യം പേറിക്കൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷ ക്രൈസ്തവ ജീവിതത്തിൽ ഇവിടെ ഈ വിരിച്ചൊരുക്കപ്പെട്ട വേദിയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും കാൽ കഴുകുകൾ ആവർത്തിക്കപ്പെടുവാൻ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ധന്യതയാർന്ന വേദിക്ക് അഭിനന്ദനായ നിക്കോദമോസ് തിരുമേനിയോടും പരിമല സെമിനാരി മാനേജർ വന്ദനായ ഔഗൻ റമ്പാച്ചനോടും എല്ലാ പ്രിയപ്പെട്ടവരും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.